നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2-3 വർഷം മുമ്പ് 2 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു കമ്പനി, ഒരു വാഹന നിർമ്മാണ കമ്പനി, ഇന്ന് ഇന്ത്യയിലെ 7ാമത്തെ ഏറ്റവും വലിയ EV സ്കൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് വളർന്നിരിക്കുകയാണ്. റിവർ എന്നാണ് ആ കമ്പനിയുടെ പേര്. ഇൻഡി എന്ന പേരിൽ നിങ്ങൾ സ്കൂട്ടർ കണ്ടിട്ടുണ്ടാവും. എന്തായാലും വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് ഈ 2 പേരുടേതും. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവർ 2 പേരും മലയാളികളാണെന്നുള്ളതാണ്. മലയാളികൾ ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവരുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക് കേൾക്കാം. 2 പേരും ഇവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് അരവിന്ദ് മാണി, വിപിൻ ചോർജ്. വിപിൻ കോഴിക്കോട് അല്ലേ, തിരുവനന്തപുരത്ത് നിന്നാണ് അരവിന്ദ് മാണി. ഈ 2 പേരും എന്താ പറയുന്നത്, ഇന്ത്യൻ വാഹന വിപണിയെ ഒന്ന് ഇളക്കിയിരിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് ഞാനീ പറഞ്ഞ പോലെ സ്കൂട്ടർ രംഗത്ത് 7ാമത്തെ സ്ഥാനത്ത് എത്തിയ ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സ്കൂട്ടർ വിപണി നോക്കുകയാണെങ്കിൽ 13ാമത് സ്ഥാനം ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. 25,000-ഓളം റിവർ ഇൻഡികൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആകെ 11 സ്റ്റേറ്റിലെ ഇവർക്കിപ്പോൾ സ്റ്റോറുകളുള്ളൂ. എന്നിട്ട് പോലും അത്രയും വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ അവരോട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, നമ്മളിപ്പോൾ ഒരുമിച്ചൊരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന വളരെ ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു വാഹന നിർമ്മാണ കമ്പനി തുടങ്ങുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. 2 പേരും അൾട്രാവയലറ്റ് എന്ന് പറയുന്ന കമ്പനി ജോലി ചെയ്യുന്നതാണ്. അവിടുന്ന് ഇറങ്ങിയ ശേഷം സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഒരു സർവീസ് സെൻ്റർ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് തുടങ്ങാൻ തരും. ഇതൊരു കമ്പനി തന്നെ തുടങ്ങി. അതിൻ്റെ പിന്നിലെ കഥകൾ, ചലഞ്ചസ്, അതിൽ വിജയത്തേക്ക് എത്തിയ കഥകൾ, അതൊക്കെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ആകാൻ തുടക്കം അല്ലേ? ആയിക്കോട്ടെ. നിങ്ങൾ 2 പേരും ഇങ്ങനെ അൾട്രാവയലിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം നിങ്ങൾ 2 കൂടെ ഒരു കമ്പനി തുടങ്ങാമെന്ന് വെച്ച് പുറത്തേക്ക് വരുന്നു. പക്ഷേ അതൊരു വലിയ മാനുഫാക്ചറിങ് കമ്പനിയാക്കി മാറ്റാൻ എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് അവിടെ. അതായത് ഞങ്ങൾ ഒരുമിച്ചൊന്നും അല്ല പുറത്തോട്ട് വന്നത്. അല്ല, ഞാൻ ആദ്യമേ പുറത്തിറങ്ങി. ഞാൻ ഇറങ്ങി ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് വിപ്പിൻ ഇറങ്ങിയത്. അപ്പോൾ ഇത് കോവിഡ് സമയമായിരുന്നു, 2020 കാലഘട്ടമാണ്. അപ്പം കോവിഡാണ്, ലോക്ക്ഡൗൺ ആണ്, വേറെ ജോലിയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ 2 പേരും ജോലിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന കാലത്ത് ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഇതിൽ വിപ്പിൻ്റെ ഒരു വിഷനും ഡ്രീമുമാണ് ഒരു ഓട്ടോമോട്ടീവ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം വിപ്പിൻ ഒരു ഓട്ടോമോട്ടീവ് ഡിസൈനറാണ്. 10 വർഷത്തോളം ഹോണ്ടയിൽ പല വണ്ടികൾ ഡിസൈൻ ചെയ്ത ആളാണ്. അപ്പോൾ അരവിന്ദ് എന്തായിരുന്നു ഈ കമ്പനിയിൽ? ഞാൻ അൾട്രാവയലറ്റിൽ സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യായിരുന്നു. അതിനു മുമ്പ് ഞാൻ പെട്രോകെമിക്കൽസ് വിൽക്കുമായിരുന്നു കുറേ കാലം, ഒരു 6-7 വർഷം. അപ്പം ഓട്ടോമോട്ടീവിൽ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം വിപിനാണ് ഇതിനകത്ത് ഓട്ടോമോട്ടീവിന്റെ മെയിൻ എക്സ്പീരിയൻസ്. ഈ റിവർ എന്ന് പറയുന്നത് വിപിൻ്റെ ഒരു വിഷനും ബ്രെയിൻ ചൈൽഡും ആണ് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലാക്കിയുള്ള 100 കണക്കിന് കോടി രൂപ വേണ്ട ഒരു കാര്യം എങ്ങനെ നിങ്ങൾ 2 കൂടെ ചുമ്മാ ആലോചിച്ചത്? അതാണ് ഒഡാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ കോവിഡ് സമയത്ത് ജോലിയില്ലാത്ത കാലത്ത് നമ്മൾ പറഞ്ഞപ്പം എന്തായാലും ജോലിയൊന്നുമില്ല, നമുക്കിതിലൊരു 1 വർഷം കൊടുക്കാം. എന്നിട്ട് മിനിമം ഒരു 15 കോടി രൂപ നമുക്ക് പുറത്തുനിന്ന് റേസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു തീരുമാനം എടുത്തു. 1 വർഷം നമുക്ക് സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് 2020 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി. അന്ന് തൊട്ടേ വിപിനുള്ള വിഷൻ ക്ലിയർ ആയിരുന്നു, ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കണം, ഇന്ന മാർക്കറ്റിൽ കൊണ്ടുപോകണം എന്നൊക്കെ. EV വേണമെന്ന് ആദ്യം തീരുമാനിച്ചു. EV മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്കൊരു ഓട്ടോമോട്ടീവ് കമ്പനി ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. ഇപ്പം ആ വിൻഡോ എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസിഷൻ നടക്കുവാണ്. ഇപ്പം IC എഞ്ചിനിൽ നിന്ന് EVയിലോട്ട്. ആ വിൻഡോ മാത്രമേ ഉള്ളൂ ഞങ്ങളെപ്പോലത്തെ അല്ലെ ഒരു കുഞ്ഞു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വലുതാക്കാനുള്ള വിൻഡോ. ഒരു IC എഞ്ചിനിൽ ഞങ്ങളൊരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കൂടത്തില്ല. അത് 100 കണക്കിന് വർഷമായിട്ട് ജർമ്മൻസും ജാപ്പനീസ് കമ്പനികളും ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനില്ല. അത് EV ആയതുകൊണ്ട് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ ആ ഒരു പ്ലാനും പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ 10-15 വർഷം വർക്ക് ചെയ്തിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പിച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ മാർച്ച് 2021 ആയപ്പോൾ ആദ്യത്തെ $2 മില്യൺ, അന്നത്തെ 15 കോടി രൂപ കിട്ടി. അല്ല, അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ വെഹിക്കിൾ ഡിസൈൻ ചെയ്ത് എന്തെങ്കിലും ക്ലേ മോഡലെങ്കിലും ആക്കിയോ? ഇല്ല. പൈസ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പണി തുടങ്ങി. ആണല്ലേ? അതുവരെ വിപിൻ കോഴിക്കോടും ഞാൻ ബാംഗ്ലൂരും ഒരു ഡ്രോയിങ് റൂമിൽ ഇരുന്ന് ഈ പ്ലാനൊക്കെ ഉണ്ടാക്കി നമ്മൾ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് ബൂട്ട് സ്ട്രാപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല. കാരണം പൈസ റീസണബിൾ ആയിട്ട് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ 15 കോടി രൂപ വരുന്നു എന്നറിഞ്ഞ ശേഷം ഞങ്ങൾ
ഒരു ഓഫീസ് സ്പേസ് എടുത്തു, ആൾക്കാരൊക്കെ ഹയർ ചെയ്ത് തുടങ്ങി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊക്കെ ഒരു മാതൃഭൂമിയിലൊക്കെ ജോലി ചെയ്തിട്ട് അവിടുന്ന് പെട്ടെന്ന് ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിങ്ങളുടെ വീട്ടുകാർക്ക് അങ്ങനെ ടെൻഷനില്ല? ഇത് പെട്ടെന്ന് ഒന്നും അല്ലാത്ത സ്ഥലത്തേക്ക് കയറി ഒരു പുതിയ സംഭവം തുടങ്ങിയല്ലോ, ആ ടെൻഷൻ ഉണ്ടായിരുന്നോ? വിപിൻ്റെ കാര്യം എനിക്കറിയാം. ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ കോണ്ടാന്ന് ചാടിയപ്പോൾ ഈ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന അവർക്ക് അതൊരു ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ എനിക്ക് ജോലിയില്ലായിരുന്നു. ഈ ഫണ്ടിങ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അതെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരു 15 കോടി രൂപയുടെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ 15 കോടി രൂപ ഒരു കമ്പനി തരുന്നു, നിങ്ങളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് സക്സസ്ഫുൾ ആയിരുന്നില്ലെങ്കിൽ എന്താ അതിന് സംഭവിക്കുന്നത്? ഇപ്പോൾ അത് വെഞ്ചർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ റിസ്ക് അല്ലേ, അവരുടെ ബിസിനസ് തന്നെ ഈ റിസ്ക് ഉള്ള കമ്പനികളിൽ പൈസ ഇടുക, എന്നിട്ട് ചിലപ്പോൾ ആ 15 കോടി രൂപ നമ്മൾ നന്നായി കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷം കൂടി ചിലപ്പോൾ അത് 300-400 കോടി രൂപയാകും. അതാണ് അവരുടെ ബിസിനസ്. അപ്പം അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല, കാരണം അവർ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുന്നു, നാളെ ആ ഷെയർ താഴെ പോയി, ഒന്നും ചെയ്യാനില്ല, അതുപോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നായ യമഹ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, യമഹയുടെ ആദ്യത്തെ ഇന്ത്യയിലെ EV സ്കൂട്ടർ നിർമ്മിക്കുന്നത് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ബാംഗ്ലൂരെ പ്ലാന്റിലാണ്. അതൊരു ഭയങ്കര നേട്ടമായിരുന്നു അല്ലേ? അതൊരു വലിയ നേട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കമ്പനി സംബന്ധിച്ചുള്ള നമ്മുടെ ഡിസൈൻ, നമ്മുടെ ടെക്നോളജി എല്ലാത്തിനും ഉള്ളൊരു ഏറ്റവും വലിയ അംഗീകാരമാണ് അത് കിട്ടിയത്. അപ്പം അതിനുശേഷം പിന്നെ അൽ ഫുത്തൈം പോലുള്ള ഇപ്പം GCCയിലൊക്കെ ഉള്ളവർക്ക് അറിയാം, അവിടുത്തെ ഏറ്റവും വലിയ വാഹന ഡീലർഷിപ്പ് എല്ലാം അൽ ഫുത്തൈമിൻ്റെയാണ്. അവരും ഇൻവെസ്റ്റ് ചെയ്തു. അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് റിവറാണ്. അപ്പോൾ അങ്ങനെ വളരെ, പിന്നെ ടൊയോട്ട അല്ലേ, അങ്ങനെ ചിലർക്കാരല്ല നമ്മളോട് നിൽക്കുന്ന ഈ 2 മലയാളികൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ തുടക്കത്തിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഐസ് എഞ്ചിനിലേക്കല്ല പോയത് എങ്കിൽ പോലും EVകളുടെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾക്കെല്ലാം EV സ്കൂട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും ഒരു വലിയ ചലഞ്ച് അല്ലായിരുന്നു ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലായാലും, റേഞ്ച്, ബാറ്ററി, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ബിബിൻ്റെ മനസ്സിൽ ജനിച്ചതാണോ ഇതാണ് ഈ രൂപം? അല്ല, കാരണം കുറേ റിസർച്ച് ഉണ്ടായിരുന്നു, കുറേ സ്റ്റഡീസ് നടത്തി, പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെ എന്ത് കമ്പനിയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കുറേ കമ്പനീസ് ഉണ്ട്, കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാവരും കുറേ സാധനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം, എന്നാലല്ലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പം എന്താണ് നമ്മുടെ മാർക്കറ്റിന് വേണ്ടതെന്നുള്ളിടത്തു നിന്ന് തുടങ്ങി മനസ്സിലായി. യൂട്ടിലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു വണ്ടി ആരും ഉണ്ടാക്കുന്നില്ല. ഉണ്ട് TVSൻ്റെ XL100, പക്ഷെ അത് യങ്സ്റ്റേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പം ഒരു യങ് ജനറേഷൻ ഇപ്പോൾ ഒരു വണ്ടി യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ എന്തായിരിക്കണം എന്നുള്ളിടത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണ് പേര് വരെ വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി. ഇപ്പം പല എല്ലാ വണ്ടി ബ്രാൻഡുകൾക്കും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പം റോയൽ എൻഫീൽഡ് നമ്മൾ കാണുമ്പോൾ പറയുന്നു അഡ്വഞ്ചർ ലൈഫ് സ്റ്റൈലാണ്, മഹീന്ദ്ര കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് SUV ആണ്, മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. അത് അവരുടെ മെയിൻ ഒരു വണ്ടി കൊണ്ടാണ് അത് ഉണ്ടായി വരുന്നത്. അപ്പം യൂട്ടിലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇല്ല. നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി നമുക്കൊരു മെയിൻ ഓഫറിംഗ് ആയിട്ട് എടുക്കാം. യൂട്ടിലിറ്റിയും സ്റ്റൈലും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു ബ്രാൻഡില്ല. അതായത് യൂട്ടിലിറ്റി ആവുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാർമറാണ്, അല്ലെങ്കിൽ പുള്ളി ഒരു ഹോം ബേക്കറാണ്, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ്, അങ്ങനത്തെ ഒരുപാട് യങ്സ്റ്റേഴ്സ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലോട്ട് വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അവരുടെയൊക്കെ ഫണ്ടമെൻ്റൽ യൂസ് എന്താണ്? ഒരു 2 വീലറിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം, കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി എന്തുകൊണ്ട് സ്റ്റൈലിഷ് ആവാൻ പാടില്ല? കാരണം അവരെല്ലാം യങ് ആൾക്കാരാണല്ലോ, അവരൊക്കെ നമ്മളെപ്പോലത്തെ വളരെ അവർ ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ അവരുടെ പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു വണ്ടി ഉണ്ടോ? ഇല്ല. ആ ഒരു സ്പേസാണ് ഞങ്ങൾ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ യൂട്ടിലിറ്റി ലൈഫ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ബ്രാൻഡ് ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റോറേജ് സ്പേസും കൂടാതെ ടയറിൻ്റെ സൈസ് 14 ഇഞ്ച് ടയറുണ്ട്. പിന്നെ കാഴ്ചയിൽ വളരെ പെട്ടെന്ന്, അതാണ് അതിൻ്റെ ഒരു ഇനിഷ്യൽ സംഭവം തന്നെ, കാഴ്ചയിൽ അക്കൊള്ളാം എന്ന് തോന്നിക്കുന്ന രൂപമുണ്ട്. എത്ര ഡിസൈനുകളിലൂടെ കടന്നുപോയി കാണും നമ്മളൊരു ഫൈനൽ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ? സ്കെച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ദിവസം നമ്മളൊരു ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാകും ഒരു 8-10 സ്കെച്ച് നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു 2-3 മാസത്തെ സ്കെച്ചിൻ്റെ ഫുൾ ടീമും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സ്കെച്ച് ചെയ്താണ് അവസാനം ഇവിടെ എത്തിയത്. എത്ര കാലം കൊണ്ടാണ് ആ സ്കെച്ച്, ഫൈനൽ സ്കെച്ച് നിങ്ങൾ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞ സ്കെച്ചിൽ എത്തിയത്? ഒരു 2 മാസത്തിൽ നമ്മൾ ഒരു ഏകദേശ രൂപം ഞാൻ കാണിച്ചു.
സംശയം ഉണ്ടായിരുന്നു ഇത് വർക്ക് ആവുമെന്ന്. ഇതിൽ കുറച്ച് ബ്ലൈൻഡ് ട്രസ്റ്റ് വേണം, നമുക്കത് മനസ്സിലാവത്തില്ല. അതായത് പുള്ളി പറയുകയാണ് നമുക്ക് ഫ്രണ്ട് ഫുട് പെഗ് വെക്കാം, ഹിറ്റ് ആവും, പാനിയസ്റ്റേ വെക്കാം. അപ്പം ഞാൻ സ്കൂട്ടറിലൊക്കെ ആരെങ്കിലും പാനിയസ്റ്റേ വെക്കും. 14 ഇഞ്ച് വീല് ഒരു കോൺട്രവേഴ്ഷ്യൽ കാര്യമാണ്. കാരണം നമ്മുടെ വെയിറ്റ് സാധാരണ എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറേഴ്സും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ പുള്ളി പിടിച്ചത് ഡയറക്ഷൻ ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഹെവിയസ്റ്റ് ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കും, ഇത് വല്ലതും നടക്കും. പിന്നെ തീർച്ചയായിട്ടും 14 ഇഞ്ച് വീലായിരുന്നു ഏറ്റവും വലിയ. പക്ഷെ ഇതിലൊരു പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും വേണമെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ബിലീഫുണ്ട്. പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളിൽ, ഡിസൈൻ്റെ കാര്യങ്ങളിൽ ഞാൻ പുള്ളിയെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ അവിടെ അഭിപ്രായം പറയാറില്ല. ബിസിനസിന്റെ കാര്യങ്ങളിൽ പുള്ളി എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു, പുള്ളി ഇവിടെ അഭിപ്രായം പറയാറില്ല. ആ ഒരു പാർട്ട്ണർഷിപ്പ് അത് വർക്ക് ആവണം. അത് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അതിനുശേഷം ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് മുഴുവൻ കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഒരു വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും മനോഹരമായ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഇത് മുഴുവൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന എത്രത്തോളം എക്സ്പെർട്ടൈസ് വേണം. അപ്പോൾ ഏതെങ്കിലും ഔട്ട്സൈഡ് ഏജൻസി ആണോ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ? ഇല്ല, നല്ല ആൾക്കാർ വേണം. അപ്പം നമ്മുടെ ഒരു 5 വർഷത്തെ ജേർണി ഞാൻ ചെറുതായിട്ട് സമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ 2021 മാർച്ചിൽ 15 കോടി രൂപ നമുക്ക് കിട്ടി. നമ്മൾ അപ്പം അതുകൊണ്ടൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയാൽ മാത്രമേ അടുത്ത പൈസ റേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഓരോ സ്റ്റേജിലും പൈസ റേസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ R&D ടീം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ചാസി, വണ്ടിയുടെ ഡിസൈന്, ബാറ്ററി പാക്ക് മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ടീം. നമുക്ക് കുറച്ച് നല്ല യങ്സ്റ്റേഴ്സിനെ കിട്ടി. എന്നിട്ട് അവരെല്ലാവരും ഓരോ മിനി ഓൺട്രപ്രന്യൂഴ്സാണ്. ഇപ്പം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ആദ്യത്തെ എംപ്ലോയി, പുള്ളി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 65-70 പേരുണ്ട്. പുള്ളി ബിൽഡ് ചെയ്ത ആ ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിവിഷൻ, അത് മറ്റൊരു മലയാളിയാണ് അദ്ദേഹം. നമ്മുടെ ഒരു 5ാമത്തെ എംപ്ലോയി എന്തോ. അപ്പം പുള്ളിയാണ് ആ ഒരു എൻറ്റയർ ഡിവിഷൻ ബിൽഡ് ചെയ്തത്. അതുപോലെ ഫാക്ടറി. ഇപ്പോൾ 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ 2021 ആയപ്പോഴേക്കും ആദ്യത്തെ ഓടുന്ന വണ്ടി റോഡിൽ നമ്മളറിയും. പ്രോട്ടോടൈപ്പാണ്. എന്നിട്ട് അത് കാണിച്ചിട്ട് നമ്മൾ അടുത്ത ഫണ്ട് റൈസിന് ഇറങ്ങി. അപ്പോൾ ഒരു 70 കോടി രൂപ കിട്ടി. എന്താ ഈസിയായിട്ട് പറഞ്ഞത് 70 കോടി രൂപ കിട്ടിയെന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു ആൾക്കാർ. അപ്പം എന്നിട്ട് ആ പൈസയ്ക്ക് നമ്മൾ ഫാക്ടറിയിൽ പണി തുടങ്ങി. അപ്പോൾ അന്ന് നമ്മളൊരു ഫാക്ടറി ഹെഡ്, മാനുഫാക്ചറിങ് ഹെഡ് മയൂരി, ഇപ്പോൾ കണ്ടില്ലേ, മയൂരിയെ ഹയർ ചെയ്തു. മയൂരി ടീമിൽ വന്നിട്ട് അന്ന് ഈ ഫാക്ടറി ഇല്ല, ഇവിടെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ ഫാക്ടറി ഉണ്ടാക്കിയതും ഇതിനകത്തുള്ള വെഹിക്കിൾ ലൈനും ബാറ്ററി പാക്ക് ലൈനും ഡിസൈൻ ചെയ്തതും ടീമിനെ ഹയർ ചെയ്തതും ഇതിപ്പോൾ ഓട്ടിക്കുന്നത് മയൂരിയാണ്. അപ്പം നല്ല ആൾക്കാരെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി ഒന്നുമില്ല, പക്ഷേ ഐഡിയാസ് ഉള്ള നല്ല ആൾക്കാരെ കിട്ടണം. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് റീസോഴ്സസ് അത്ര ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ഐഡിയാസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം അങ്ങനെ 2022 നമ്മൾ ഫാക്ടറിയുടെ പണി തുടങ്ങി. എന്നിട്ട് 2023 ആയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി പുറത്ത് കാണിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 23 അൺവീൽ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ഓട്ടോ ജേർണലിസ്റ്റുകളെയൊക്കെ വിളിച്ച് അൺവീൽ ചെയ്ത് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു 6 മാസത്തിൽ വണ്ടി വിൽക്കും. എന്നിട്ട് ഞങ്ങൾ ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഫാക്ടറി കംപ്ലീറ്റ് ആയി, വണ്ടി അൺവീൽ ചെയ്തു, 10,000-3000 ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ എത്തിയപ്പോൾ നമ്മൾ അടുത്ത ഒരു 100 കോടി അടുപ്പിച്ച് റേസ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി വിറ്റ് തുടങ്ങിയത്. 2023 ഒക്ടോബറിൽ നമ്മൾ ആദ്യത്തെ സ്കൂട്ടർ വിറ്റു. അപ്പോൾ 27 മാസം കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ 2 പേരുണ്ടായിരുന്ന ഒരു കമ്പനി നമ്മൾ ആദ്യത്തെ ഒരു വണ്ടി വിറ്റു. അപ്പോൾ അതൊരു മേജർ അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോസിബിളി ലോകത്ത് തന്നെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു റൈറ്റ് ടു വിൻ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ റെലവൻസ് എന്ന് പറയുന്നത് അതാണ്. എന്നിട്ട് ഒരു വർഷം അപ്പോൾ നമുക്ക് സെയിൽസ് ഇല്ല, സർവീസ് ഇല്ല. ആദ്യത്തെ വണ്ടി വിറ്റപ്പോൾ നമുക്ക് സെയിൽസ്, ഒരു സ്റ്റോറില്ല, ഒരു സർവീസ് സെൻ്റർ ഇല്ല. നമ്മുടെ R&D സെൻറ്ററിൽ നിന്നാണ് ആദ്യത്തെ 100 പേര് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട്. വണ്ടി ഉണ്ടാക്കിയവർ തന്നെയാണ് വിറ്റതും സർവീസ് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു ഇതാണ് R&D സെൻറ്റർ, ഇതാണ് സെറ്റപ്പ്, ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ സർവീസ് ചെയ്തു. അപ്പോൾ വിട്ടെല്ലാം ബാംഗ്ലൂരൊക്കെ തന്നെയാണ്? അല്ല, ബാംഗ്ലൂർ മാത്രമേ വിറ്റുള്ളൂ, വേറെ ഒരിടത്തും വിറ്റില്ല. കാരണം ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂരാണ്. എന്നിട്ട് പിന്നെ 2024 ആ വർഷം മുഴുവൻ ആകെപ്പാടെ 3 സിറ്റിയിലേ വിറ്റുള്ളൂ: ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ ഫോർമാറ്റ്, സർവീസ് സെൻറ്ററിൻ്റെ ഫോർമാറ്റ്, ഡീലർഷിപ്പ് എങ്ങനെ ഇരിക്കണം, സർവീസ് എങ്ങനെ ചെയ്യണം, അതെല്ലാം ഡിഫൈൻ ചെയ്തു. ആ ടീമിനെ ബിൽഡ് ചെയ്തു. ഒരു വർഷം 3 സിറ്റിയിൽ ഏതാണ്ട് 3000 വണ്ടിയെ വിറ്റുള്ളൂ. നവംബർ 2024 ആയപ്പോൾ ജനറേഷൻ 2 ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അത് അന്ന് തൊട്ട് ഇന്ന് വരെ, ഒരു കഴിഞ്ഞ മാസം വരെ, ഒരു മാസം ഒരു 3-4 സ്റ്റോർ വെച്ച് തുറന്നു.
ഇപ്പോൾ നമുക്ക് 46 സ്റ്റോറുണ്ട്. 11 മാസം 3000 വണ്ടി വിൽക്കുന്നു. നമ്പർ 7 ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 7-8 സ്റ്റോർ വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള മാസം പരുവായിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത സ്കെയിലിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും നോക്കുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഉള്ള വാഹനമാണ്. അത് നിങ്ങൾ ആദ്യമേ ബ്രേക്ക് ചെയ്ത് വെയിറ്റ് ഉള്ള വാഹനമാക്കി. പിന്നെ എല്ലാവരും നോക്കുന്നത് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മോഡൽ എന്നുള്ളതായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മോഡലൊന്നും റിവറിൻ്റെ അല്ല. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ അങ്ങനെ വലിയ റേഞ്ചുള്ള ഒരു വാഹനം വേണ്ടെന്ന് തീരുമാനിച്ചത്? നമ്മൾ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കസ്റ്റമറിന് ഒരു ദിവസം എത്ര കിലോമീറ്ററാണ് ഓടിക്കേണ്ടതെന്നുള്ള ഒരു സ്റ്റഡി നടത്തി. അപ്പം അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിരുന്നു, കസ്റ്റമേഴ്സ് ഒരു EV നമ്മൾ തുടക്കക്കാരാണല്ലോ, അവർക്ക് വാങ്ങണമെങ്കിൽ 100 കൂടുതൽ കിലോമീറ്റർ റേഞ്ച് എന്തായാലും വേണം. അതായിരുന്നു ബേസ് ലൈൻ നമുക്കുണ്ടായിരുന്നത്. പിന്നെ അത് വെച്ച് നോക്കി പിന്നെ ഒരു 2 ദിവസം 3 ദിവസത്തെ യൂസ് കേസിൻ്റെ സ്റ്റഡീസ് നടത്തി. അങ്ങനെയാണ് നമ്മൾ 110 കിലോമീറ്റേഴ്സ് ടു 120 കിലോമീറ്റേഴ്സാണ് ഒരു കസ്റ്റമറിന് വേണ്ടി വരിക എന്നുള്ളതെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ഫ്രീസ് ചെയ്തു. ലാർജസ്റ്റ് റേഞ്ച് എന്നൊക്കെ പറയുമ്പം അതിന് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് പാക്കേജ് അക്കോർഡിംഗ് ടു അസ് ഫോർ എ കസ്റ്റമർ ഫോർ എ ഡേ ടു ഡേ യൂസ് കേസ് ഒരു സ്കൂട്ടറിന്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ ശരിക്കും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം സ്കൂട്ടറുകൾ ഇപ്പോഴും ഈ ഒരു 100 റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നത് സ്കൂട്ടറിലാണ്. കാരണം സിറ്റിക്കകത്താണ് ഓടിക്കുന്നത്. ആരും സ്കൂട്ടറിൽ ഈ ഇത്രയും ദൂരം ഒന്നും പോകാറില്ല. അപ്പം ഈ റേഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ എക്സ്ട്രാ ബാറ്ററി പാക്ക് അവിടെ പാക്ക് ചെയ്ത് കൂടുതൽ പൈസ വാങ്ങിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ ഈ വലിയ റേഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. റൈഡബിലിറ്റി കോംപ്രമൈസ് ആണ്. ഈ അവർ പറയുന്ന മറ്റേ പല ബ്രാൻഡുകളും വലിയ റേഞ്ച് കൊടുക്കുന്ന സൂപ്പർ എക്കോ എന്നൊക്കെ പറയുന്ന മോഡലാണ്. അതിൽ 30 കിലോമീറ്റർ കൂടുതൽ വണ്ടി പോവില്ല. അപ്പം നമ്മൾ പറയുന്നതാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓണസ്റ്റ് അപ്രോച്ചാണ് ഫണ്ട് ആദ്യമേ തീരുമാനിച്ചു. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 110 എന്നുള്ളതും നമ്മുടെ റിയൽ വേൾഡ് റേഞ്ചാണ് എക്കോ മോഡൽ. ഏറെ റേഞ്ച് പറയുമ്പോൾ 161 67ആണ്. അപ്പം നമ്മളത് ശരിക്കും മാർക്കറ്റ് പോലും ചെയ്യാറില്ല. അപ്പം എന്താണ് ഒരു വിഷൻ? ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ തന്നെ നിലനിൽക്കാനാണോ, ഇലക്ട്രിക് ബൈക്കിൽ പോകുന്നുണ്ടോ, ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നുണ്ടോ, ഇലക്ട്രിക് വിമാനം ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ? ഈ ഒരു സ്കൂട്ടർ ഉണ്ടാക്കി ഇവിടെ വരെ എത്തിക്കാൻ അല്ല, എന്താണ് കമ്പനിയുടെ ഒരു അല്ല? പക്ഷേ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഇപ്പം മാർച്ച് 26 ആകുമ്പോൾ 5 വർഷമാകും. അപ്പോൾ ഒരു 80 സ്റ്റോറുകൾ 4000 വണ്ടി ഒരു മാസം എത്താൻ ഇപ്പം നമുക്ക് പറ്റും. നമ്മളെത്തും ആ സമയം കൊണ്ട്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഒരു വലിയ ബേസാണ്. 4000 വണ്ടി വിൽക്കുന്നൊരു ബേസ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാം, ടെക്നോളജി ഉണ്ടാക്കാം, സപ്ലൈ ചെയിൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സർവീസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 4000 എങ്ങനെ നമുക്ക് 20,000 എത്തിക്കാം എന്നുള്ളതാണ്. അടുത്തൊരു 3 വർഷം കൊണ്ട് അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 80 സ്റ്റോർ എന്നുള്ളത് ഒരു 300 സ്റ്റോർ ആവണം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കവറാകും. ഇന്നിപ്പോൾ നമ്മൾ 11 സ്റ്റേറ്റിലേ ഉള്ളൂ ചേട്ടൻ പറഞ്ഞു. അപ്പം എല്ലാ സ്റ്റേറ്റും കവറാകും. ആ 20,000 എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു അടുത്തൊരു മോഡൽ വരും. നമ്മുടെ ഫാക്ടറിയുടെ കപ്പാസിറ്റി കൂടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈക്ക് ഉണ്ടാക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ബൈക്ക് അടുത്ത 3 വർഷത്തിൽ എന്തായാലും ഉണ്ടാക്കില്ല. കാർ ഉണ്ടാക്കും എന്നുള്ള ചോദ്യത്തിനും എന്തായാലും ഉണ്ടാക്കില്ല. ഇത് തന്നെ ഒരുപാട് പണിയുണ്ട്. അടുത്ത മോഡൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്? ഒരു അടുത്ത കൊല്ലത്തേക്കാണ് അടുത്ത മോഡൽ. നമ്മൾ വർക്ക് തുടങ്ങി, പക്ഷെ അറിയാമല്ലോ അതിന് സമയമെടുക്കും. അതിനൊരു യൂട്ടിലിറ്റി ആംഗിൾ ആണോ ഹൈലൈറ്റ്? നമ്മൾ SUV സ്കൂട്ടേഴ്സ് യൂട്ടിലിറ്റി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം വിട്ടിട്ടുള്ള ഒരു കളിക്കില്ല. അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ യമഹ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി, അവർ ഇങ്ങോട്ട് സമീപിച്ചാണോ നമ്മൾ അങ്ങോട്ട് സമീപിച്ചാണോ? ഈ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ റേസ് ചെയ്യുന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ജോലിയാണ്. കാരണം ഓരോ റൗണ്ടും ഈ പറയുന്ന 100 കോടി റേസ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ആ റൗണ്ടൊക്കെ നടന്നു വരാൻ നമുക്ക് 10 മാസം 12 മാസമൊക്കെ എടുക്കും. അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾ പല ഇൻവെസ്റ്റേഴ്സുമായിട്ട് ടച്ചിലാണ്. ഇപ്പോൾ അവർ നോ പറഞ്ഞാലും ഒരുപാട് പേര് നോയാ പറഞ്ഞിട്ടുള്ള ഈ 6 പേര് ഇൻവെസ്റ്റ് ചെയ്തപ്പം ഒരു 100 പേര് നോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മിത്സുബി എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ട്രേഡിംഗ് കമ്പനിയുണ്ട്. അവർ യമഹയുടെ ഇൻവെസ്റ്റേഴ്സ് പാർട്ട്ലി ഇൻവെസ്റ്റേഴ്സാണ്, ഗ്ലോബലിയും ഇന്ത്യയിലും ഒക്കെ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഞാൻ കോൺസ്റ്റൻ്റ്ലി ഇമെയിൽസൊക്കെ അയക്കുമായിരുന്നു. അപ്പം ഫാക്ടറി റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അവർ കുറച്ച് ഞങ്ങളെ സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് അവർ ആദ്യം വന്നു. എന്നിട്ട് അവർ പറഞ്ഞു കൊള്ളാം, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ 2 വീലേഴ്സിൽ യമഹയാണ് ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. അപ്പോൾ യമഹ ഇല്ലാണ്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അവരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ യമഹേനെ കൊണ്ടുവരാം. അങ്ങനെ മിത്സുബിയാണ് യമഹയെ കൊണ്ടുവന്നത്. അങ്ങനെ യമഹയെ കൊണ്ടുവന്നു. അവർ വന്ന് കണ്ടു, അവർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും ആദ്യം നമ്മൾ സംസാരിച്ചിരുന്നില്ല. ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, പ്യുവർ പ്ലേ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഞങ്ങളുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഈ പറയുന്ന ഡിസൈൻ ലാംഗ്വേജ്, പിന്നെ ഞങ്ങൾ
എക്സിക്യൂട്ട് ചെയ്ത സ്പീഡ് ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. 2.5 മിനിറ്റിൽ ഒരു സ്കൂട്ടർ വെച്ച് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് വെളിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാ കാര്യങ്ങളും ഈ മാനുഫാക്ചറിങ് പ്ലാനിലല്ല ഉണ്ടാക്കുന്നത്. പല സ്ഥലത്തു നിന്നും ഇവർ കൊടുക്കുന്ന ഡിസൈനിൽ അതേ ക്വാളിറ്റിയിൽ വെൻഡേഴ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അസംബിൾ ചെയ്യാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ബാറ്ററി അടക്കമുള്ള സാധനങ്ങളും എല്ലാം പല എന്താ പറയുക പാർട്സായിട്ട് വന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മലയാളി എന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ മലയാളികളാണ്, പക്ഷേ കേരളത്തിൽ അല്ല നിങ്ങൾ പ്ലാന്റ് സ്ഥാപിച്ചത്. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇവിടെ കർണാടകം പോലുള്ള സ്ഥലത്ത് നിങ്ങളൊരു ഇത്രയും വലിയ വ്യവസായ പദ്ധതിയുമായിട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു പ്രോത്സാഹനമൊക്കെ? ആദ്യം നമ്മളൊരു വലിയ പദ്ധതി, അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഒരു 6 മാസം മുമ്പായിരിക്കും ആദ്യമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ 1 വർഷം മുമ്പായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഗവൺമെൻറ്റിനോട് സംസാരിച്ചത്. കാരണം ഈ ഫാക്ടറി ലീസാണ്, നമ്മുടെ ഓൺ ലാൻഡൊന്നുമല്ല. അപ്പം ഇതിൽ നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെ എല്ലാ സപ്ലൈ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിറ്റ് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നോട്ടീസ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോഴാണ് ഗവൺമെൻറ് ഇൻവോൾവ് ആവുന്നത്. അപ്പം വളരെ നല്ല വളരെ വെൽക്കമിങ് ആയിട്ടുള്ള മൂവാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുന്നത്. അപ്പം ഇൻഡസ്ട്രിയലായിട്ടുള്ള ലാൻഡ് അലൊക്കേഷൻ നടക്കുന്നു അടുത്ത ഫാക്ടറിക്കായിട്ട്. അതുപോലെ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് അനുസരിച്ച് കുറച്ച് ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് തരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതുവരെ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അടുത്ത ഫേസിൽ ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കേരള സ്പെസിഫിക് ആയിട്ട് കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് കേരളത്തിലെ റിവർ ഇന്ത്യയുടെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു ജനങ്ങൾ? കേരളം ഞങ്ങളെ എന്താണ് പറയേണ്ടത്, ഭയങ്കരമായിട്ട് നെഞ്ചോടെ ഏറ്റിട്ടുണ്ട്. ആകെപ്പാടെ നമുക്ക് 6-7 സ്റ്റോർ എല്ലാ ജില്ലയിൽ പോലും ഇല്ല. നമ്മൾ കേരളത്തിലെ നമ്പർ 4 ആണ്. 6 സ്റ്റോർ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് കഴിഞ്ഞ മാസം ഏതാണ്ട് 900 വണ്ടി വിറ്റു. 1000-നടുത്ത് വണ്ടി വിറ്റു. വളരെ നല്ല റിസപ്ഷനാണ് കേരളത്തിൽ. അതിൽ കേരളത്തിൽ നിങ്ങളുടെ സ്റ്റോറുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നതാണോ അതോ നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതാണോ? ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെ ഒരു സ്റ്റോർ ഓൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? അപ്പം കൊച്ചി സ്റ്റോറ് ഞങ്ങളുടെ സ്വന്തം സ്റ്റോറാണ്. അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് ഞങ്ങൾ ഓടിക്കുന്നത്. കാരണം അവിടെ ഞങ്ങളുടെ ലോക്കൽ ടീമുണ്ട്. അപ്പം അവിടുത്തെ ഡീലേഴ്സിനോ കസ്റ്റമേഴ്സിനോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സർവീസ് ആണെങ്കിലും സെയിൽസ് മാർക്കറ്റിംഗ് എല്ലാ ടീംസും അവിടെ തന്നെയുണ്ട്. അപ്പം കൊച്ചി സ്റ്റോർ ഓണാണ്, ബാക്കിയെല്ലാം ഫ്രാഞ്ചൈസീസാണ്. അപ്പം ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഡീലർഷിപ്പ് എൻക്വയറി എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യുക, ഞങ്ങളുടെ ടീം വിളിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ പല ജില്ലകളും ഫ്രാഞ്ചൈസി കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 60-70 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഒരു സ്റ്റോറും സർവീസ് സെൻ്ററും ഇടാനായിട്ട്. ഇതിന് പുറമെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പക്ഷേ എല്ലാവരും ഏതാണ്ട് ഒരു വർഷത്തിനകത്ത് തന്നെ പൈസ തിരിച്ചെടുക്കുന്നുണ്ട്. കേരളം പോലത്തെ മാർക്കറ്റിൽ അത് പറ്റും. കേരളം, കർണാടക, തമിഴ്നാടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഫാമിലി ബാക്ക്ഗ്രൗണ്ടോട് പറഞ്ഞു നിർത്താം. അരവിന്ദിൻ്റെ ഫാദറും അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഫാദർ ഒരു കല്യാണം കഴിച്ചതാണ്. ഫാദറല്ല, ഞാനും എൻ്റെ ഫാദറും രണ്ടുപേരും കല്യാണം കഴിച്ചു. അച്ഛൻ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അമ്മ ഹൗസ് വൈഫായിരുന്നു. ട്രിവാൻഡ്രത്താണ് വളർന്നതൊക്കെ. എന്നിട്ട് എൻജിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞൊരു MBA ചെയ്തു. ഞാനും ഇവിടെ ബാംഗ്ലൂർ, ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും ഒരു കുഞ്ഞ്. വൈഫ് ഇതിൽ ഇൻവോൾവ് ആണോ? ഇല്ല, വൈഫ് ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല. ഞങ്ങൾ ഇത് വേറെ അത് അപ്പനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. ഒരു പണ്ട് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ഒരു ടീച്ചിങ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോഴിക്കോട് ജില്ലയിലൊരു ഗ്രാമപ്രദേശമാണ് കുറ്റിയാടി എന്ന സ്ഥലം. അതിനപ്പുറത്ത് കുണ്ടുകോട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവർ പണ്ട് 80s ടീച്ചിങ് ആയിട്ട് അങ്ങോട്ടേക്ക് പോയവരായിരുന്നു. അവിടെയാണ് വളർന്നതും പഠിച്ചതൊക്കെ. അതാണ് അപ്പനും അമ്മയും. പിന്നെ ഒരു അനിയനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. പിന്നെ മാരീഡാണ്, 2 പിള്ളേരുണ്ട്. എല്ലാവരും ബാംഗ്ലൂരാണ്. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല 2 യുവാക്കൾ, ഈ പ്രായമുള്ള 2 യുവാക്കൾ ഇന്ത്യയിലെ എന്താ പറയുക മറ്റ് മാനുഫാക്ചേഴ്സിനെല്ലാം വെല്ലുവിളിക്കുന്നത് ഞാൻ പറയുന്നില്ല. എങ്കിൽ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വളരെ ക്ലിയറാണ് ഇവരുടെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ വളരെ ക്ലിയറാണ്. നമ്മൾ 2 ദിവസമായിട്ട് ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിവർ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ നമ്മളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി ഉച്ചയ്ക്ക് ഊണൊക്കെ തരില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അങ്ങനെ അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, ബൈ.